ജിസൈലിന്റെ കോഫി ഗെയിമിനെ പറ്റി നമുക്ക് സംസാരിച്ചാലോ? അതെ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ജിസൈലിന്റെ കോഫി ഗെയിമാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെ. ഇന്നലെ നൈറ്റ് തന്നെ അവിടുത്തെ ഗേൾസ് എല്ലാം കൂടി സംസാരിക്കുന്നുണ്ട്. ജിസൈൽ ഒരു കോഫി ഇട്ട് കൊടുത്ത് എല്ലാവരെയും ഫ്ലാറ്റ് ആക്കും. നമ്മളിവിടെ എത്രയോ പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല, നമ്മളിവിടെ എന്തോരം പണിയെടുത്താലും ആരും അത് കാണൂല. ജിസൈൽ ഒരു കോഫി ഇട്ട് കൊടുക്കുന്നത് മാത്രമേ എല്ലാവരും കാണുള്ളൂ എന്നൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ അത് ഓൾറെഡി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. പിള്ളേർ പറഞ്ഞ പെൺകുട്ടികൾ മൊത്തത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെ കയറി പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യം കറക്റ്റ് ആണ് ഇന്ന് രാവിലെ പ്രൂവ് ആയിരിക്കുകയാണ്. കാരണം എന്താ, ഇന്ന് രാവിലെ ഒരു അടി നടന്നു. എന്തിന്റെ പേരില്? കോഫി പൗഡറിന്റെ പേരില്. കിച്ചൺ ടീം വേഴ്സസ് ജിസൈൽ. കാരണം കിച്ചൺ ടീമിന് ഇന്നലെ നോക്കിയപ്പോ ഇവിടെ കോഫി പൗഡർ ഇല്ലായിരുന്നു. ഇവിടെ മൊത്തം തപ്പി നോക്കി, ഇവിടെ എല്ലാവരുടെയും ചോദിച്ചു, കോഫി പൗഡർ ഇല്ല. ഇന്ന് രാവിലെ ദേ ഇരിക്കുന്ന കോഫി പൗഡർ, ദേ എവിടുന്ന് വന്നു? ആകാശത്ത് പൊട്ടി വീണോ കോഫി പൗഡർ? ജിസൈൽ തന്നെയായിരിക്കും എടുത്തിരിക്കാന്ന് അനുവിന് ഒബ്വിയസ്ലി അറിയായിരുന്നു. അത് ചോദ്യം ചെയ്തു. ജിസൈൽ അത് സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാനാണ് എടുത്തത്, പക്ഷെ അത് നിങ്ങളുടെ കഴിവുകേട്. ഞാൻ എടുത്തു, നിങ്ങളിത് കണ്ടില്ല അല്ലെ? ജിസൈലിന് പിന്നെ എല്ലാം മോഷിച്ചു കഴിഞ്ഞാൽ ഒരേ ന്യായമാണുള്ളത്. ഇതിന്റെ സ്മാർട്ട്നെസ് അല്ലെ. ഞാൻ സ്മാർട്ട് ആയതുകൊണ്ട് ഞാൻ അത് ഒളിപ്പിച്ചു വെച്ചു, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ബിഗ് ബോസ് ഹൗസിലെ സാധനങ്ങളെല്ലാം തരുന്ന ബിഗ് ബോസ് ജിസൈലിന്റെ അമ്മാവനാണെന്നാണ് ജിസൈലിന്റെ വിചാരം എന്ന് തോന്നുന്നു കേട്ടോ. ജിസൈലിന് വേണ്ടി കൊടുക്കുന്ന സാധനങ്ങൾ വീട്ടുകാർ ഷെയർ ചെയ്ത് കഴിക്കുന്ന പോലെയാണ് ജിസൈലിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. പലതും എടുത്ത് ഒളിപ്പിച്ചു വെക്കുക. മൊത്തത്തിൽ ഒരു എന്താ പറയാ, പുള്ളിക്കാരത്തിയുടെ വീട്ടില് പുള്ളിക്കാരത്തി എന്തൊക്കെയോ സ്വന്തമായിട്ട് ചെയ്യുന്ന പോലെയാണ്. കിച്ചൺ ടീമിൽ കയറരുതെന്ന് പറഞ്ഞാലും കയറണം പുള്ളിക്കാരത്തിക്ക്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു വലിയൊരു ഫൈറ്റ് ആയിട്ട് അനുമോള് ലീഡ് ചെയ്ത് ജിസൈലിനെതിരെ നിൽക്കുവാണ്. അനുമോള് ലീഡ് ചെയ്ത് അവിടെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ? അതും ജിസൈലിനെതിരെ. അതെ, വേറെ ആർക്കെങ്കിലും എതിരാണെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയും. ജിസൈലിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയോ? അവിടെയുള്ള എസ്പെഷ്യലി അവിടുത്തെ ബോയ്സ് ടീം ഫുള്ള് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. പിന്നെ അനീഷൻ എന്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു, എല്ലാം കേട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ജിസൈൽ ചെയ്തത് തെറ്റാണ് എന്ന് 2-3 തവണയൊക്കെ അവിടെ ഇന്ന് കുറച്ചിങ്ങനെ ആവർത്തിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. വേറെ ആർക്കും ഒന്നും പറയാനില്ല. എന്താ പറയുക, ഷാനവാസിക്ക് സൗണ്ട് ഇല്ല പോലും. രാവിലെ സൗണ്ട് ഇല്ല. എനിക്ക് ഒച്ചയില്ലാത്തതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ പ്രതികരിച്ചേനെ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഫുഡ് ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് അനുമോളുടെ വെക്കിട്ടൊരു ഫൈറ്റ് ഉണ്ടായി. അതിൽ ആ വീട്ടിലുള്ള എല്ലാവരും, എസ്പെഷ്യലി ആ വീട്ടിലെ ഫുൾ ബോയ്സ് ഗ്യാങ് നല്ലപോലെ ഉണ്ടായിരുന്നു. അന്നേരം ഷാനവാസിക്കയുടെ സൗണ്ട് ഒക്കെ പുറത്തു വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിക്കയുടെ സൗണ്ട് പുറത്തു വന്ന കൊണ്ടുവന്ന അനുമോൾക്ക് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ച് കുറെ കമന്റുകളൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടിരുന്നു. എന്തായാലും ജിസൈലിന്റെ കോഫി ഗെയിം അത് വളരെ രസകരമായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. അതായത് ജിസൈൽ രാവിലെ എണീക്കും. എല്ലാവർക്കും അല്ല, വീട്ടിലെ കുറച്ച് മെയിൽ കണ്ടസ്റ്റൻസ്, കുറച്ച് സ്ട്രോങ് ആയെന്ന് തോന്നുന്ന കുറച്ച് മെയിൽ കണ്ടസ്റ്റൻസിനെല്ലാം ചായ ഇട്ട് കൊടുക്കും. ജിസൈലിന്റെ ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരാരും ജിസൈലിനെതിരെ വാതുറക്കില്ല. പിന്നെ ജിസൈലല്ല, അതിന്റെ സ്മാർട്ട്നെസ്, അത് ഞാൻ കോഫി രാവിലെ എന്താ പറയുക, കോഫി ഒളിപ്പിച്ചു വെച്ചത് എന്റെ സ്മാർട്ട്നെസ്, നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും അത് തന്നെ ജിസൈൽ അത് തന്നെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ബിഗ് ബോസിന് വേറൊരു പേരാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. എന്തായാലും ഇതിനൊക്കെ മാറ്റം വരുമെന്ന്